CPM ജില്ലാ കമ്മിറ്റി ഓഫീസിന് മുന്നിലുണ്ടായ സംഘർഷത്തിൽ കോൺഗ്രസിനും പോലീസിനുമെതിരെ ആലത്തൂരിൽ CPM പ്രതിഷേധം. ആലത്തൂർ സ്വാതി ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച പ്രകടനം ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു. ആലത്തൂരിൽ നടന്ന പ്രതിഷേധ പ്രകടനം CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം V. ചെന്താമരാക്ഷൻ ഉദ്ഘാടനം ചെയ്തു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് കേരളത്തിൽ കഴിഞ്ഞ 10 വർഷക്കാലം നടത്തിയത് അത് നമുക്കെല്ലാവർക്കും അറിയാം. എന്ന് വെച്ചാൽ കേരളത്തെ ഒരു സ്വർഗസമാനമായ രാജ്യമാക്കി എന്നൊന്നും നമ്മൾ അവകാശപ്പെടുന്നില്ല. പക്ഷേ ആധുനിക കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും ഉജ്ജ്വലമായ സാമൂഹികവും സാമ്പത്തികവും സാംസ്കാരികവുമായിട്ടുള്ള വികസനത്തിനാവശ്യമായിട്ടുള്ള മാതൃകാപരമായ പ്രവർത്തനമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് കേരളത്തിൽ നടത്തിയത്. അതിന് നേതൃത്വം കൊടുത്തത് CPIM-ന്റെ പോളിറ്റ് ബ്യൂറോ മെമ്പർ സഖാവ് പിണറായി വിജയനാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് 10 വർഷം പൂർത്തീകരിച്ച് തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ നമ്മളൊന്നും പ്രതീക്ഷിക്കാത്ത നിലയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു. അതൊരു രാഷ്ട്രീയ യാഥാർത്ഥ്യമാണ്. ആ രാഷ്ട്രീയ യാഥാർത്ഥ്യം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അംഗീകരിച്ച് രാഷ്ട്രീയ മര്യാദയോടുകൂടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിൽ പ്രവർത്തിക്കും. അതിന് യാതൊരു പ്രശ്നവുമില്ല. നമ്മുടെ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി ഓഫീസ് നമുക്കെല്ലാവർക്കും അറിയാം, വിക്ടോറിയ കോളേജിന് തൊട്ടടുത്താണ്, റോഡിന്റെ സൈഡിലാണ്. ആ ഓഫീസിലേക്ക് അക്രമം നടത്തുകയാണ് UDF-ന്റെ ആളുകൾ. സ്വാഭാവികമായും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തകരും CPIM-ഉം ഇത്തരം ഒരു പ്രശ്നമുണ്ടായാൽ കയ്യും കെട്ടിയിരിക്കില്ല. അതിൽ പ്രതിഷേധിക്കാൻ തയ്യാറാവും. പാർട്ടി ഓഫീസിലേക്ക് വന്നാൽ അവരെ കൈകാര്യം ചെയ്യാനുള്ള രാഷ്ട്രീയ സംഘടനാശേഷി CPM-നുണ്ട്. അവിടെ ഉണ്ടായിരുന്ന SFI നേതാക്കന്മാരെ ആക്രമിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പോലീസ് സംവിധാനം തയ്യാറായത്. അക്രമികളെ നിയന്ത്രിക്കുക എന്നാണ് ജനാധിപത്യ സംവിധാനത്തിൽ പോലീസിന്റെ ഉത്തരവാദിത്വം. അങ്ങനെ നിർവഹിച്ചാൽ അത് അംഗീകരിക്കാൻ CPIM തയ്യാറാവും. അതിന് യാതൊരു മടിയുമില്ല. പക്ഷേ ഇങ്ങോട്ട് വന്നാൽ, അങ്ങനെ വന്ന് വല്ലതും ചെയ്താൽ അതിന് പലിശ സഹിതം മടക്കി കൊടുക്കാനുള്ള രാഷ്ട്രീയ സംഘടനാശേഷി CPIM-നുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും CPIM-ഉം തീരുമാനിച്ചാൽ ഈ കേരളത്തിൽ കോൺഗ്രസിന്റെയും UDF-ന്റെയും ഒരു മനുഷ്യനും പുറത്തിറങ്ങില്ല. ശക്തമായ നിലയിലുള്ള നിലപാടുകൾ സ്വീകരിക്കാൻ CPIM-ന് ശേഷിയുണ്ട്. അത് കേരളത്തിലെ ജനങ്ങൾക്ക് അറിവുള്ളതാണ്. അത്തരമൊരു സ്ഥിതിവിശേഷം ഉണ്ടാവാതിരിക്കാനുള്ള ആവശ്യമായ ജാഗ്രത കേരളത്തിലെ പോലീസ് സ്വീകരിക്കണം. അതോടൊപ്പം തന്നെ കേരളത്തിൽ തലയ്ക്കകത്ത് ആളുതാമസമുള്ള UDF-ന്റെ ആളുകളുണ്ടെങ്കിൽ അവരും ന്യായമായ രൂപത്തിൽ പ്രവർത്തനം നടത്തുന്നതിനാവശ്യമായ നിലപാട് സ്വീകരിക്കണം. ഇത്തരം ഓലപ്പാമ്പ് കാണിച്ച് CPIM-നെ വരട്ടാമെന്നാണ് വിചാരിക്കുന്നതെങ്കിൽ അവർ വിഡ്ഢികളുടെ സ്വർഗത്തിലാണ് താമസിക്കുന്നത് എന്നാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്. V. പൊന്നുകുട്ടൻ, KD പ്രസേനൻ, C. ഭവദാസൻ തുടങ്ങിയവർ സംസാരിച്ചു. UTV ന്യൂസ്, പാലക്കാട്.